ഈ വർഷത്തെ പ്രളയത്തിന്റെ രൂക്ഷതയ്ക്ക് നദീതടങ്ങളിലെ മണ്ണിടിഞ്ഞുകൂടലും തണ്ണീർത്തടങ്ങളുടെയും നെൽപ്പാടങ്ങളുടെയും നാശവും കാരണമായി പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്? മണ്ണ് വാരിയെടുക്കുന്നത് പോലുള്ള ഈ പരിഹാരങ്ങൾ നമ്മുടെ പരിസ്ഥിതിക്ക് കൂടുതൽ ദോഷം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ ഇപ്പം വർഷങ്ങളായിട്ട് ഇപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെ പ്രളയക്കെടുതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ദുരിതങ്ങളൊക്കെ ഈ മഴക്കാലത്ത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് മൈത്രേന് തോന്നുന്നത്? ഒരു 4-5 കൊല്ലം മുമ്പ് ഞാൻ ഈ വിഷയം വളരെ വിശദമായിട്ട് വീട് വെച്ച് കൊടുക്കുന്നിടം തൊട്ട് സകല കാര്യങ്ങളും വെള്ളം മുങ്ങും, പാരിസ്ഥിതികമായിട്ടുള്ള മാറ്റം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയ സമയത്ത് ഞാനൊരു മണ്ടനാണ്, ഇയാൾക്ക് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി ഒരു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ബുദ്ധിജീവികളായിരിക്കുന്ന യുക്തിവാദികളെല്ലാം കൂടെ എന്തെല്ലാം പറഞ്ഞാൽ കടല് പൊങ്ങും, വെള്ളപ്പൊക്കം ഉണ്ടാവും, വരൾച്ച വരും, ഇതൊരു തുടർച്ചയായ ഒരു പ്രശ്നമാണ്. അപ്പൊ ആ ഒരു പ്രശ്നമായത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ഇത് അങ്ങ് പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അത് അറിയുന്നത് കൊണ്ടാണ് പലതരത്തില് നമ്മളിപ്പോ ഈ പാരിസ്ഥിതികമായ ഒരു പ്രശ്നം ലോകത്തുണ്ടാകാൻ പോവുകയാണെന്നും അതിന് ഇതിനകത്ത് ഈ ടിപ്പിംഗ് പോയിന്റ്സ് എന്ന് അതിന് പറയുന്നത് ഒരു ഒരു വലിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമല്ല ഈ നമ്മൾ ഭൂമി എന്ന് പറയുന്നത്, അതിനകത്ത് ആയിരക്കണക്കിന് കൊച്ചു കൊച്ചു സിസ്റ്റങ്ങൾ ചേർന്നിട്ടുണ്ടായിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഭൂമിയുടെ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ ഓരോന്നും ആ സിസ്റ്റം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മാറ്റം ഒരു തരത്തിലപ്പുറത്തോട്ട് അത് ഇങ്ങനെയൊന്ന് മനസ്സിലാക്കിയാൽ ഒരു ബലൂൺ നമ്മൾ വീർപ്പിക്കുമ്പോൾ അതിന് വീർക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് വരെയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പൊട്ടത്തേ ഉള്ളൂ. ഇതിനെയാണ് ഈ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കസേരയുടെ 4 കാലിലിരിക്കുമ്പോൾ നല്ല ഉറച്ചിരിക്കുകയാണ്, 2 കാലിലിരിക്കുമ്പോഴും 2 കാലിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് മാറ്റിയാലും അത് വീണു പോകാതെ കുറച്ചു നേരം അത് പിടിച്ചോണ്ടിരിക്കാൻ പറ്റും. പക്ഷെ മൂന്നാമത്തെ ഒരു ഒറ്റ കാലയിലോട്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോൾ വേണേലും വീഴാൻ പറ്റുന്ന പോയിന്റിലേക്ക് എത്തും എന്ന് പറയുന്നതിനെയാണ് ഈ ടിപ്പിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ലോകത്തിനകത്ത് വളരെ സങ്കീർണമായ ഒന്നാണ് ഈ കാലാവസ്ഥയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതിന് ഏതെങ്കിലും 1-2 ജലപ്രവർത്തനങ്ങൾ കൊണ്ട് പരിഹരിക്കുന്നതോ ഒന്നുമല്ല. അതിന് നമ്മൾ ആകെ ലോകത്ത് ഈ മാറ്റം വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതാത് പ്രദേശത്ത് അതാത് നാട്ടിലെ ഗവൺമെന്റും അവിടുത്തെ ജനങ്ങളും എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സഹിതം ഓരോരുത്തരും ചെയ്തെടുക്കേണ്ട ഒരു പണിയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കൈകാര്യം ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലോങ് ടൈം പ്ലാൻ എന്ന് പറയുന്ന സാധനം ഈ നാട്ടിലെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. അന്ന് ഞാനത് എഴുതുമ്പോ ഈ ഗവൺമെന്റ് വെച്ച് കൊടുക്കുന്ന വീടുകൾ ഒരിക്കലും ഇപ്പം വീട് തകർന്നെടുത്ത് തൊട്ടടുത്ത് തന്നെ തോട്ടിന്റെ കരയിലെ വീട് തകർന്ന്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഈ മലയുടെ സൈഡിൽ ഒരു വീട് തകർന്ന് അവിടെ തൊട്ടടുത്ത് എവിടെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെയ്യാതിരിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ആ ഗവൺമെന്റ് വെച്ച വീട് അടുത്ത വെള്ളപ്പൊക്കത്തിൽ മുങ്ങി പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത മണ്ണിലിടിച്ചിന് അത് ഇളകി പോവുകയോ ചെയ്താല് തന്നെത്താൻ വെക്കുന്നതിനേക്കാളും കൂടുതൽ മോശമായിട്ടായിരിക്കും പിന്നെ അത് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് അത് അത്രയും പഠനം നടത്തിയിട്ട് വേണം നമ്മൾ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വീടുകളൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ നദിയുടെ കാര്യത്തിനകത്തോട്ട് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ അനൗൺസ് ചെയ്തായിരുന്നു. എനിക്കൊന്ന് ഞാൻ 2016 പിണറായി വിജയൻ എഴുതുന്ന കത്തിനകത്ത് പോലും ഞാനത് പറയുന്നുണ്ട്. ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ ഒരു നദിയുടെ ശരിക്കും പറഞ്ഞാൽ തീരപ്രദേശത്ത് വീട് വെക്കാൻ അനുവദിച്ചുകൂടാ. എല്ലാവർക്കും ഇഷ്ടമാണ് പടിയിലോട്ട് കാല് നീട്ടി വെള്ളത്തിനകത്തേക്ക് കാല് നീട്ടിയൊക്കെ ഇരിക്കാനും. അതുപോലത്തെ വീട് ഈ റിസോർട്ടുകളെല്ലാം ഈ തീരപ്രദേശത്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം ഈ വീട് വെള്ളം പൊങ്ങുമെന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാത്ത തരത്തിലുള്ള മഴ വരുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വേണ്ടേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നദി ഉണ്ടെങ്കിൽ, ചുരുങ്ങിയത് ഒരു നദിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമുക്ക് 44 നദിയുള്ളതായിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ നദികളുടെ തീരത്തെങ്കിലും ചുരുങ്ങിയത് ഒരു
1/2 കിലോമീറ്റർ തൊട്ട് 1 കിലോമീറ്റർ എങ്കിലും വേണം. ഞാൻ പറയുന്നത് അത്രയെങ്കിലും സ്ഥലമിട്ട് അതിനപ്പുറത്ത് മാത്രമേ വീട് വെക്കാൻ പറ്റത്തുള്ളെന്നും ആ വീട് വെക്കാൻ അനുവദിക്കത്തുള്ളൂ എന്നുള്ള നിയമപരമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ലെവലില് ഈ കൈത പോലത്തെ ചെടികള്, മരങ്ങള് ഇതെല്ലാം വെച്ച് ഈ വെള്ളം ഇങ്ങോട്ട് വന്നാൽ തടയാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റിച്ചെടികളുടേതായ ഒരു 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 നിര, അതിനുശേഷം വലിയ ചോലമരങ്ങള്, ശരിക്കും പറഞ്ഞ ഈ മരം എന്ന് പറഞ്ഞാൽ നേരെ വടി പോലെ നിൽക്കുന്ന ഒരു തരം ഒറ്റയ്ക്കുള്ള വലിയ ബ്രാഞ്ച് ഇല്ലാത്ത മരങ്ങളുണ്ട്. ആ തരത്തിലുള്ള മരങ്ങളൊക്കെ അടുക്കിന് വെച്ചിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വാളാണ്. അങ്ങനത്തെ സാധനം ചെയ്ത് ഈ ഇമ്പാക്ട് വലിയ വെള്ളം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിങ്ങനെ ആഞ്ഞു കയറി വരാതിരിക്കാനായിട്ട് തടയാ തരത്തില് ഉള്ള സ്പേസസ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഇതുപോലുള്ള പ്രവൃത്തിയുടെ ഒപ്പമാണ് ഈ മണ്ണ് വാരുന്നതും. എല്ലായിടത്തും മണ്ണ് വാരാന്ന് വെച്ചാൽ ചിലയിടത്ത് മണ്ണ് വാരി കൂടാത്തിടം കാണും, ചിലയിടത്ത് മണ്ണ് വാരേണ്ട ഇടം ഉണ്ടാവും. ഇതൊക്കെ അത് പഠിച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഏതെങ്കിലും ഈ മണ്ണ് വാരിയ ഉടനെ പ്രശ്നം പരിഹരിക്കുമോ? ഭയങ്കര മഴയാണെന്നുണ്ടെങ്കിൽ അതൊന്നും പരിഹരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ചോദ്യം, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നുള്ള നിലവാരത്തിലുള്ള ചർച്ചയൊന്നും ഇങ്ങനെയുള്ള ഈ പാരിസ്ഥിതികമായ പ്രശ്നത്തിനൊന്നും നമുക്ക് ആലോചിച്ചു പോലും കൂടാത്ത. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വേറൊരു വിഷയം തന്നെയാണ്. അത് ഒരു സമഗ്രമായ പഠനം നടത്തി ഘട്ടം ഘട്ടമായിട്ട് ചെയ്തെടുക്കേണ്ടതായ വർക്കുകളാണ്. അത് എല്ലാ പഞ്ചായത്തിനും ഈ തീരപ്രദേശങ്ങളിലുള്ള നദികളുടെ തീരപ്രദേശങ്ങളുള്ള പഞ്ചായത്തുകളെല്ലാം അതിന് മുൻകൈ എടുത്തിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളും കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ബാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂ എന്ന് എടുക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന വെള്ളപ്പൊക്കം വരും, അല്ലെന്നുണ്ടെങ്കിൽ വരൾച്ച വരും. ഇതിന് രണ്ടിനും നേരത്തെ പ്ലാൻ ചെയ്യുക അല്ലാതെ വേറൊരു വഴിയൊന്നും ആർക്കും ഇല്ല. അത് ലോകത്ത് കേരളത്തിലാണോ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്? ആ സമയം വെള്ളപ്പൊക്കത്തിന് ഇവിടെ ഉള്ളവരാരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? മണ്ണ് വരാത്തോണ്ടാണോ? എന്തൊരു അസംബന്ധം ഈ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? ആ ചൈന മുഴുവനും മുങ്ങിയില്ലേ? റുമേനിയ മുഴുവൻ മുങ്ങിയില്ലേ? ബ്രസീൽ മുഴുവൻ മുങ്ങിയില്ലേ? ഇതൊക്കെ ആളുകൾ എന്ത് ഈ പറയുന്നത്? കേരളത്തിനകത്തിരിക്കുന്ന യുവമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ യുവമാർ ഇത് ചെയ്തിട്ട് അത് ചെയ്തിട്ടാണ് എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പം ഈ ലോകത്ത് മുഴുവനും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന്, അത് എല്ലായിടത്തും കൂടെ ബാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നെങ്കിലും അറിഞ്ഞുകൊണ്ടെങ്കിലും സംസാരിക്കണ്ടേ? അതുപോലുള്ള ഒരു സാധനം ഡാം തുറന്നു വിട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് അന്ന് കടന്ന് വെള്ളം വെച്ചിട്ട് ഇപ്പൊ ഡാം തുറന്നു വിടാതെ വെള്ളം എങ്ങനെ പൊങ്ങി എന്നുള്ള കാര്യം പറയണ്ടേ? ഇത് ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് വെറുതെ അപ്പോഴത്തെ ആൾക്കാരെ അവിടെ ഇരിക്കുന്നവരെ സൂചിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വോട്ട് മേടിക്കാനോ വേണ്ടി മാത്രം കള്ളം പറഞ്ഞ് ശീലമുള്ള മനുഷ്യന്മാർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലാതെ ഇതിനൊന്നും ആ നിലവാരത്തിലൊരു ഉത്തരവല്ല. നമ്മളിത് നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ടതാണ്. പലതരത്തിലുള്ള ഇത് ചെയ്താൽ ഇതിനെല്ലാം ശേഷവും നമ്മുടെ എല്ലാ പ്ലാനിങ്ങിന് ശേഷവും വലിയ മഴക്കാലം ഇത് വരും, വരൾച്ച വരും, ഇതെല്ലാം വരും. ആ സമയത്ത് ഇതിന്റെ മുഴുവൻ ദുരിതം അനുഭവിക്കേണ്ടി വരും. നമ്മളിപ്പോ ഈ പസഫിക്കിൽ ഉണ്ടായിരിക്കുന്ന ഈ എൽ നിനോ എന്ന് പറയുന്ന സാധനം എല്ലായിടവും ബാധിക്കും. എന്ന് പറഞ്ഞാൽ ചൂട് കൂടുക എന്ന് പറയുന്നത് ഭൂമിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത്രയും വരുമ്പോഴത്തേന് അതിനു വേണ്ടി ആവി മേപ്പോട്ടുണ്ടായി വലിയ മഴ പെയ്യും. വലിയ മഴ എന്ന് പറഞ്ഞാൽ ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയുന്നതിന് മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ ഇടുമ്പോൾ എന്തോ പൊട്ടിത്തെറിച്ച പോലൊക്കെ ഉള്ള വാക്കുകളാണ് ഈ ഇട്ട് വെക്കുന്നത്. ഇതൊന്നും ഇല്ല, ഇത്ര മില്ലിമീറ്റർ മഴ കൂടുതലാണ് എന്ന് പറയുന്നതാണ് ഈ വിസ്ഫോടനം. അങ്ങനത്തെ ഒരു മനസ്സിലാക്കൽ ആവശ്യമാണ്. നമ്മൾ ഈ പറയുന്ന നമ്മൾ ക്ലൈമറ്റ് മാറുന്നുണ്ട്, ആ മാറ്റത്തിന് മനുഷ്യൻ അതിനകത്ത് ആക്കം കൂട്ടിയിട്ടുണ്ട്. ലോകത്ത് മാറ്റം എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കുന്നതല്ല, പക്ഷെ അതിന് ആക്കം കൂട്ടാൻ മനുഷ്യർക്ക് കഴിയുന്നുണ്ട്. മനുഷ്യർ അത് ചെയ്തിട്ടുമുണ്ട്. ഇനി അത് നമ്മളെല്ലാവരും കൂടി ഇനിയും കാർ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനൊക്കത്തില്ല. നമ്മൾ ഈ പെട്രോൾ ഉപയോഗിക്കുന്നിടത്തു നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറാം. അപ്പോഴും പെട്രോൾ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് പെട്രോൾ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കത്തില്ല. ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കളക്റ്റീവായിട്ട് ചെയ്യേണ്ട ഏരിയകളാണ് അതൊക്കെ. അതേസമയം നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഓരോ പഞ്ചായത്തിനകത്തും ഈ പറയുന്ന ഒറ്റയടിക്ക് വെള്ളപ്പൊക്കം വന്നാൽ അന്ന് തന്നെ വീടിടിഞ്ഞു പോയി, അന്ന് തന്നെ മുങ്ങിച്ചത്ത് പോകുന്നിടത്ത് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെല്ലാം ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മണ്ണ് വാരുന്നത് കൊണ്ട് വെള്ളപ്പൊക്കം ഇല്ലാതായി പോകുമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ തോന്നിപ്പോകും. കാരണം മണ്ണ് വാരാത്തോണ്ടാണെന്ന് ഒരുത്തൻ വീട്ടിൽ ഇരിക്കുമ്പോൾ തോന്നുന്നതാണത്.
അത് അത് മണ്ണ് വാരി കഴിഞ്ഞാൽ വെള്ളം താഴ്ന്ന് നിൽക്കും. അപ്പൊ ഇത്രയും മഴ പെയ്തിട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊന്നും അറിയുന്ന പോലും ഇല്ല. ഇതിന്റെ മുകളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പഠനങ്ങളൊക്കെ ലോകം മുഴുവൻ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും ഒരു പുതിയ കാര്യം പോലും അല്ല. എന്താ ചെയ്യേണ്ടത് ഇതിനൊക്കെ ഉത്തരം ഇപ്പൊ നമ്മൾ ഇവിടെ കിടന്ന് വിഷമിക്കുന്നതിനെല്ലാം പരിഹാരങ്ങൾ ലോകവ്യാപകമായി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ചെയ്യാവുന്നതാണ്. അത് ചെയ്യാതിരുന്നിട്ടാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പരാജയം. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന്റെ പരാജയമാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നവും കൊണ്ട് പരിഹരിക്കുന്നത് നല്ലത്. ഇനിയും വരാൻ പോകുന്നത് ഉണക്കാണ്. ഇത്രയും മഴ പെയ്ത സ്ഥലമാണല്ലോ, പക്ഷെ ഉണക്ക് വരും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് പാരിസ്ഥിതികമായിട്ടുള്ള മാറ്റത്തിനകത്ത് വരുന്നത്. വരൾച്ച വരും എന്നുള്ളതാണ്. അതിനാണ് സത്യത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ വെള്ളം ഇപ്പൊ ഈ കിട്ടുന്ന വെള്ളം മുഴുവൻ നമ്മൾ ഒഴുക്കി കടലിലോട്ട് വിടുന്നതിന് പകരം അത് എത്രത്തോളം സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മുഴുവൻ ആലോചിക്കേണ്ട കാലമാണ്. ഇത്രയും വെള്ളം കിട്ടിയ നമ്മൾ ഉണക്കിനകത്ത് വിഷമിക്കേണ്ടി വരുമ്പോഴാണ് ഏറ്റവും വലിയ പരാജയം ഉണ്ടാകുന്നത്. ലോകത്തൊക്കെ വെള്ളം ഇല്ലാതിരിക്കുന്നിടത്ത്, വെള്ളം കിട്ടാതെ വരൾച്ച വരുന്ന സ്ഥലത്ത് ഇത്രയധികം വെള്ളം കിട്ടിയിട്ട് വരൾച്ച വരുന്നിടത്തേക്ക് നമ്മൾ എത്തിപ്പോകുന്ന സ്ഥലമാണ് ഇനിയുള്ളത്. അടുത്ത 3 വർഷം മഴയുടെ ആകെയുള്ള അളവ് കുറയും, പെയ്യുന്ന മഴ വളരെ കടുത്ത മഴയായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് നമ്മൾ അനുഭവിക്കുന്നതാണ്. പെയ്യുന്ന ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന് പറയുന്ന നിലവാരത്തിലുള്ള മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അത്രയും ശക്തമായിട്ട് മഴ പെയ്യുമ്പോഴും ഒരു വർഷം എത്ര മഴ കിട്ടുമോ അത് കുറവാണ് എന്നുള്ളത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കറണ്ട് കിട്ടുന്നിടത്ത് നമ്മൾ കറണ്ടിന്റെ പ്രോബ്ലം നമ്മൾ അനുഭവിക്കുന്ന സ്ഥലങ്ങൾ പോലും ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ്. അപ്പം ഏതെങ്കിലും ഒരു പ്രശ്നം ഒരു കാര്യമായിട്ട് ഇത് പരിഹരിക്കുന്നതല്ല. അത് പലതരത്തിൽ അത് ചെയ്യേണ്ടതാണ്. ഈ നദീതീരങ്ങൾ മുഴുവനും ആളുകൾ അരികെ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിച്ചേ പറ്റൂ. നടപടിയെടുത്ത് ചെയ്തേ പറ്റൂ. നിർബന്ധമായി പറഞ്ഞ് അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് അവരവിടുന്ന് മാറ്റി ഈ പറയുന്ന എല്ലാ നദികളും വെള്ളം വരാനായിട്ട് ഇത്രയും വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകും. ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ മുഴുവനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒപ്പം ഇത്രയും വെള്ളം കിട്ടിയിട്ട് വരൾച്ച വരുന്ന നാട്ടിലേക്ക് നമ്മൾ എത്തിപ്പോവും. അതും നമ്മൾ ഇതുപോലെ അറിയേണ്ടതുണ്ട്. ലോകം മുഴുവനും ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കിപ്പോഴും ഇതുവരെ കാട്ടുതീ വീണിട്ടില്ല. ഉണക്ക് വരുന്ന സമയത്ത് കാട്ടുതീ വീണുപോകാനുള്ള സാധ്യതയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാട് ഒന്നും കാണത്തില്ല, എല്ലാം കത്തിപ്പോവും. അമേരിക്കയിലെ കാലിഫോർണിയയിലൊക്കെ മുഴുവൻ കംപ്ലീറ്റ് കാടാണ് കത്തിപ്പോന്നെ. അങ്ങനെ കത്തിപ്പോകും. നമുക്കാണെങ്കിൽ ഇവിടെ ഈ വെർജിൻ ഫോറസ്റ്റ് ആണ്. ഈ അതിനകത്തൊക്കെ കാട്ടുതീ വീണു പോയാൽ ഒന്നും ബാക്കി കാണത്തില്ല. കാരണം നമ്മൾ ഈ വിറകൊന്നും പെറുക്കി മാറ്റിയ സ്ഥലങ്ങളൊന്നും അല്ല, എല്ലാം കത്തും. ആദ്യം ഉണക്ക മരങ്ങളിൽ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ചൂടിനകത്ത് പച്ചമരം കത്താൻ തുടങ്ങും. പച്ചമരം കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാട് കാണത്തില്ല. ഇങ്ങനെയാണ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഏരിയകളാണ്. അപ്പൊ ഈ കാടിനെ പറ്റിയുള്ള അറിവും ഇതുപോലുള്ള തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആ ഏരിയകളൊക്കെ നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ എല്ലാ ലെവലിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷവും നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ പ്രിപ്പയർ ചെയ്യാതെ അത് വരുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് പാരിസ്ഥിതികമായ മാറ്റം എന്ന് പറയുന്നത് തീവ്രമായി അതിനു വേണ്ടി വാദിക്കുന്ന മനുഷ്യരുണ്ട് ലോകത്ത്. ഈ 2026 തൊട്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ വർഷവും വളരെ ശക്തമായ പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ ക്ലൈമറ്റ് സയന്റിസ്റ്റുകളും പറയുന്ന. ഓരോ കൂട്ടർ ചിലരാണെങ്കിൽ 2030 കഴിഞ്ഞാൽ വലിയ പാടാണെന്ന്, ചിലർ 35 കഴിഞ്ഞാൽ പാടാണെന്നൊക്കെ പറയുന്ന കണക്കിന്റെ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ നീക്കുമ്പോഴും 2026 തൊട്ട് ഇത് തുടങ്ങുമെന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ലോകം മുഴുവനും കാണാൻ പറ്റും. ഒരു ദിവസം ഈ ഭൂമിയിൽ ഒരു ദിവസം ബ്രസീലിലും ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ഈ റൊമേനിയയിലും എല്ലാം ഒരുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ പറഞ്ഞില്ലേ ഡാം തുറന്നു വിട്ടിട്ടാ വെള്ളം പൊങ്ങിയെന്നും
ഡാം തുറക്കാതിരുന്നിട്ട് വെള്ളം പൊങ്ങിയില്ലേ എന്ന് ചോദിച്ച് പഴയ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ സമയം ചെലവഴിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനും വേറെ ഒരു പണിയില്ലാതിരിക്കുന്നവർക്ക് സംസാരിക്കാമെന്നുള്ളതല്ലാതെ അതിന്റെ മേളിലൊന്നും ആ ലെവലിൽ സംസാരിക്കാനില്ല. നമുക്ക് ചെയ്യേണ്ടത് ഈ ക്ലൈമറ്റിനെ പറ്റി ലോകവ്യാപകമായ അറിവ് ഇന്ന് സത്യത്തിൽ എല്ലാവരുടെയും വിരൽത്തുമ്പിൽ ഒന്ന് പരിശോധിച്ചാൽ കിട്ടും. എന്തൊക്കെ ചെയ്യാൻ പറ്റും, നദി എങ്ങനെ സംരക്ഷിക്കണം, എന്തെല്ലാം ചെയ്യണം, അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് ചെയ്യേണ്ട ഏരിയകളാണ്. അത് ഇത്രയധികം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പഞ്ചായത്തുകളുള്ള സ്ഥിതിക്ക് അതെല്ലാം അതാത് പ്രദേശത്ത് അവരവരുടെ സ്ഥലങ്ങളിൽ അത് ചെയ്തെടുക്കേണ്ടതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ചെയ്യിച്ചെടുക്കേണ്ടതാണത്. ഇത് ഒപ്പമാണ് ഞാൻ ഈ പറയുന്നത്, വെള്ളം സംരക്ഷിക്കാനും പഠിക്കേണ്ടതാണ്. ഇത്രയധികം വെള്ളം വന്നിട്ട് നമുക്ക് ഉണക്ക് വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും. ആ ഉണക്ക് വരുന്ന സമയത്ത് ഇത്രയും വെള്ളം കിട്ടിയ ഒരു നാട്ടിനകത്ത് നമ്മൾ വിഷമിക്കേണ്ടി വരുന്നത് അത് നമ്മുടെ മര്യാദകൾ കൊണ്ട് മാത്രമാണ്. അത് പലതരത്തില് ഈ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടാങ്കുകള്, ആയിരക്കണക്കിന് ടാങ്കുകൾ ഭൂമിക്കടിയിൽ ഒരു 10,000 ലിറ്ററിന്റെ ഒക്കെ ഭൂമിയിൽ കുഴിച്ചിട്ട് അതിനകത്ത് വെള്ളം സൂക്ഷിക്കാവുന്നതാണ്. ശുദ്ധവെള്ളമാണെന്നുണ്ടെങ്കിൽ അത് എടുത്ത് തിളപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു റോളും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഒരിക്കൽ മണ്ണിനകത്ത് വീണ് അത് ഒഴുകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉപ്പും അഴുക്കും എല്ലാം അതിനകത്തായി പോവും. അപ്പൊ അതുമല്ല, ഇതുപോലെ ഈ വെള്ളമുള്ള സമയത്ത് മനസ്സിലാക്കേണ്ടതാണ് വെള്ളം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്. ഈ മഴക്കാലത്തിന് മുമ്പ് ഈ നമ്മുടെ വെള്ളപ്പൊക്കം നമ്മൾ അങ്ങോട്ട് അറിഞ്ഞാൽ ഉടനെ തന്നെ നഗരത്തിനകത്ത് ഓട കെട്ടി വെള്ളം പൊങ്ങിയ കഥ മാത്രമാണ് ഈ ആൾക്കാർ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതാണ് മുനിസിപ്പാലിറ്റി നന്നായിട്ട് പെരുമാറിയാൽ വെള്ളപ്പൊക്കം വരത്തില്ല എന്നൊക്കെ പറയുമ്പം നമ്മൾ എന്ത് പറയാനാ അതിനൊക്കെ? ഇതെല്ലാം എന്നാ ഓടകളെല്ലാം വൃത്തിയാക്കണ്ടേ? ഓടകളെല്ലാം വൃത്തിയാക്കണം. അതൊന്നും തന്നെ വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകത്തില്ലെന്ന് അറിയേണ്ടതുണ്ട്. ഒരു ചെറിയ മഴയുടെ വെള്ളത്തിന്റെ ഒഴുക്കിന് മാത്രമാണ് ഈ ഓട വൃത്തിയാക്കുന്ന സ്ഥലങ്ങൾ നിൽക്കുന്നത്. ബാക്കി ഇത് വെള്ളപ്പൊക്കം എന്ന് പറയുന്നതിന് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് നമ്മൾ. അതുകൊണ്ടാണ് തീരപ്രദേശത്തിനകത്തു നിന്ന് എത്രത്തോളം പൊക്കത്തിൽ മാറി വീടുകളെല്ലാം തന്നെ ഇപ്പൊ ഇത് ഓൾറെഡി നമ്മൾ വെച്ചിരിക്കുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ അത് ഒരു നിലയുള്ള വീടുകളിനകത്താണെന്നുണ്ടെങ്കിൽ അതിന് അപ്സ്റ്റെയർ പണിഞ്ഞ് അതിനകത്ത് താമസിക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ നിലയെന്ന് പറയുന്നത് തൂണുകളിൽ നിർത്താവുന്ന തരത്തിൽ വീടുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് പരിഹാരം പലതാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടാം നിലയിലേക്ക് കാറ് കയറ്റിക്കൊണ്ടുപോകാന്ന നിലവാരത്തിൽ ആദ്യമേ തന്നെ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. അത് കാരണം കൊണ്ട് താഴെ കാറിട്ടിട്ട് അത് വെള്ളം മുഴുവൻ കയറി ചീത്തയായി പോകാതിരിക്കാൻ നോക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ്. ഈ എന്താണ് ആലപ്പുഴ എല്ലാ വർഷവും എന്റെ കുട്ടിക്കാലം തൊട്ട് അവിടെ വെള്ളപ്പൊക്കമുള്ളതല്ലേ. ഞാനൊക്കെ ആ ആലപ്പുഴ ജീവിച്ചിരുന്നതല്ലേ. അവിടെ എല്ലാ വർഷവും നമുക്ക് വെള്ളം കയറും. വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളല്ലേ. അപ്പൊ ഭൂമിയിൽ വീട് വെക്കാതിരിക്കും, പ്രത്യേകിച്ചും കുട്ടനാട്ടിൽ മണ്ണിൽ വീട് വെക്കാതിരിക്കാനായിട്ട് ആളുകൾ ആവശ്യപ്പെടേണ്ടതാണ്. അത് അവിടെ ഈ ചങ്ങാടം പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുകളിൽ വീട് വെക്കാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചങ്ങാടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ചങ്ങാടം ഉണ്ടാക്കാവുന്നതാണ്. അതിന്റെ മുകളിൽ അത് പണക്കാരെ സഹിതം അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാവരുടെയും ഒരു സംസ്കാരമായിട്ട് മാറ്റാൻ പറ്റും. നമ്മൾ ഈ ഹൗസ് ബോട്ടിനകത്ത് താമസിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ആ ഹൗസ് ബോട്ടിന്റെ ഷേപ്പ് ഒന്നും വേണ്ട, വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അത് വെള്ളം പൊങ്ങുമ്പോൾ പൊങ്ങുകയും താരുകയും ചെയ്യുകയും നിലവാരത്തിൽ മാത്രമായി കഴിഞ്ഞാൽ തന്നെ വീടിനകത്ത് വെള്ളം കയറുക എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഇല്ല. വെള്ളമുള്ള സ്ഥലങ്ങളിൽ മുഴുവനും വീട് ഫ്ലോട്ട് ചെയ്യുന്ന സാധനത്തിനകത്ത് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പഞ്ചായത്തിനകത്ത് നിന്ന് പ്ലാൻ ചെയ്ത് അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അത്തരത്തിലുള്ള വീടുകൾ വെച്ച് അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക. ഒറ്റത്തവണത്തെ അനുഭവം കൊണ്ട് ആളുകൾ പഠിച്ചു പോകും. ഇതിപ്പോ എല്ലാ വർഷവും വെള്ളം കയറി വീടും അവിടെ ഉണ്ടായിരിക്കുന്ന സകല സാധനവും ചീത്തയായിട്ട് കരഞ്ഞു കൂവി ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യരുടെ ലക്ഷണമല്ല. ലോകം മാറും, നാട് മാറും, കാലാവസ്ഥ മാറും. അതിനനുസരിച്ച് നമ്മൾ മാറുന്നതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ഓരോ മേഖലയിലകത്ത് ഈ എന്താണ് ഇപ്പൊ നെതർലൻഡ്സിലെ എന്താണ് അവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ടുള്ള ധനം നമുക്കിവിടെ ഉണ്ടോ? ഇതാണ് ഒരു ചോദ്യമാണ്. എനിക്കറിയില്ല എത്രത്തോളം ധനം ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട്, സ്റ്റേറ്റിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു പരിഹാരമാണ്.
പക്ഷെ നല്ല നല്ല പണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ അങ്ങനത്തെ ഡൈക്കുകൾ കെട്ടി എന്ന് പറഞ്ഞാൽ ഈ ചെല്ലാനത്ത് ചെയ്തു വെച്ചിരിക്കുന്ന പോലുള്ള വലിയ സാധനം കെട്ടി അത് കേരളത്തിന്റെ 600 കിലോമീറ്ററിലും ചെയ്യേണ്ടി വരും. അല്ല വേറെ വഴിയൊന്നും ഇല്ല. അല്ലാതെ ആദ്യം വെള്ളം കയറിയ ചെല്ലാനത്ത് മാത്രമായിട്ട് അത് ഉണ്ടാക്കി പരിഹരിക്കത്തില്ല. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു തീരദേശ റോഡ് കൂടെ ചേർത്താണ് അത്തരത്തിലുള്ള ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള പണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെ ഒരു പ്ലാനിനകത്ത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ അത് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കയറും, കടൽ പൊങ്ങും, വെള്ളം കയറും, ഓരോ വർഷം കഴിയും തോറും അകത്തേക്ക് കയറി വരും. നമ്മുടെ ഈ കാണുന്ന കായലുകൾ മുഴുവനും വെള്ളം പൊങ്ങി കയറുന്ന സ്ഥലങ്ങളായിട്ട് മാറും. അപ്പൊ ഇതൊന്നും ആർക്കെങ്കിലും വരണ്ട. അത് ഗവൺമെന്റ് അവിടുത്തെ അത്തവണത്തെ കയറിയിരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രശ്നമായിട്ടൊന്നും അത് ചർച്ച ചെയ്തുകൂടാ. ലോങ് ടൈം പ്ലാനിങ് തന്നെ വേണം. അപ്പം തീരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ, നദീതീരങ്ങളിലെ അരിയിൽ താമസിക്കുന്ന ആൾക്കാർ ഈ ആളുകളെ എക്വിപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് മലയുടെ സൈഡില് എത്ര ആംഗിളിൽ വരെയാണ് വീട് വെക്കാൻ പറ്റുമെന്നുള്ളത്. അതിനപ്പുറത്തുള്ള വീടുകളെല്ലാം പൊളിപ്പിച്ച് മാറ്റി വേറെ വീടുകൾ വെക്കുക എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യേണ്ടതാണ്. അല്ലാതെ മഴ പെയ്യുമ്പം മണ്ണിന്റെ സ്വഭാവം 2 ദിവസം മഴ കടുത്ത് നിന്ന് കഴിഞ്ഞാൽ മണ്ണിന്റെ സ്വഭാവം അങ്ങ് മാറും. സ്പോഞ്ച് പോലെയാണ് ഈ മണ്ണ് വെള്ളം ആഗിരണം ചെയ്യുന്നത്, അബ്സോർവ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെളി പോലെയാണ്. മുകളിലിരിക്കുന്ന ഭാരമുള്ള സാധനം ആഴ്ന്നു പോകുന്ന സ്ഥലത്തേക്ക് മാറും. അല്ലാതെ ബലമുള്ള സ്ഥലമല്ല. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ബലമുള്ളതല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ അതിന്റെ സയൻസ് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. തൊട്ട് മുമ്പ് വരെ നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനം അങ്ങനെ അല്ലാതെ അത് പെരുമാറും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞാൽ വെള്ളം തിളച്ച ആവിയാകുന്നു എന്ന് പറയുന്ന പോലെ ഒരു ടേണിംഗ് ആണത്. അങ്ങനത്തെ ഒരു ഫേസ്, ഇംഗ്ലീഷിൽ ഫേസ് മാറ്റമാണ്. അതുപോലാണ് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണിന്റെ സ്വഭാവം ഒരു സ്ഥലം വരെ ഉറച്ച സ്ഥലമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടോട്ടലി സ്വഭാവം മാറും. ഇതൊക്കെ അറിയാന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരുടെയെങ്കിലും ഭരണപ്രശ്നം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോപം കൊണ്ടോ ഒന്നും അല്ലാതെ സംഭവിക്കുന്നതെന്ന് അറിയണം. അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു മെക്കാനിസം ഇല്ല. കേരളം എന്ന് പറയുന്നത് ഇത്രയും വലിയ മലയും ഇത്രയധികം നദികളും ഉള്ളതും ഈ തീരപ്രദേശവുമായിട്ട് കിടക്കുന്ന ഇത്രയും സകല മഴയും വരുന്ന ഏത് വഴി കൂടെ മഴ പോയാലും നമ്മുടെ ഇവിടെ പെയ്യും. അതുകൊണ്ട് അങ്ങനെ മഴ കിട്ടുന്ന ഒരു സ്ഥലത്ത് വരൾച്ച വരാനും കൂടെ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഇനിയും ഉണ്ടാകുന്ന ഉണക്ക് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് അതിനും നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിന് ഈ ഉത്തരം എന്ന് പറയുന്നത് പോലല്ല. അത് സമഗ്രമായി പഠിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കാനുള്ളത് വടക്കേ ഇന്ത്യ ഉണങ്ങും. ഇനി ഈ വരുന്ന വർഷങ്ങൾ അത് ഈ ഉണക്ക് വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ വണ്ടി കയറി ഇങ്ങോട്ട് വരും. നമ്മൾ ഇവിടുത്തെ ഈ തൊഴിലാളികൾ വരുന്നത് മുഴുവനും ഇവിടെ കൂലിക്കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത്. അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യാതായിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നതെന്നും കൂടെ അറിയണം. അത് കൂടും. നമ്മൾ ഇവിടുത്തെ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മനുഷ്യർ ഈ കേരളത്തിനകത്ത് പച്ചപ്പുള്ള ഈ സ്ഥലത്തേക്ക് ആൾക്കാർ വരും. ആ വരികയെന്നതിന് നമ്മൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. വലിയ ഒരു മൈഗ്രേഷൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ തെക്കേ ഇന്ത്യയിലേക്ക് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ നമ്മളെ പോലുള്ള ഈ ജീവിക്കാൻ പറ്റുന്ന ഈ സമൂഹത്തിനകത്തേക്ക് ഉണ്ടാകും. ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. വലിയൊരു ഇൻഫ്ലക്സ് വടക്കേ ഇന്ത്യയിലെ ജനത ഇങ്ങോട്ട് കയറി വരും. ആ കയറി വരുന്നവരെ അവസാനം നമ്മൾ അവിടെ സ്പെയിനിലൊക്കെ ആൾക്കാരെ വെടിവെക്കാവുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും കഴിയില്ല. അത് കാരണം കൊണ്ട് അതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കഴിയുന്നത്. അപ്പൊ ആ ആളുകളെ വരുന്ന സമയത്ത് അവർ താമസിക്കേണ്ടി വരുന്ന സ്ഥലങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത്രയും മനുഷ്യരെ അക്കോമഡേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വരേണ്ടി വരുന്ന എക്സ്പെൻസസിനെ എങ്ങനെ നമ്മൾ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്ന സാധനങ്ങൾ ഇത് മുഴുവൻ നമ്മൾ ചെയ്തേ പറ്റൂ. ഇത് പ്ലാൻ ചെയ്യുകയല്ലാതെ ഇത് ഒഴിവാക്കാൻ ആർക്കെങ്കിലും കഴിയുന്നതല്ല. വരൾച്ച വരുന്നതോ വെള്ളപ്പൊക്കം വരുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കടുത്ത ചൂടുണ്ടാകുന്നതോ ഇതൊന്നും തന്നെ ആർക്കെങ്കിലും ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അതിനെ നേരിടാനായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യരുടെ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അത് ആളുകൾ വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ ലോകം മുഴുവനും മൈഗ്രേറ്റ് ചെയ്ത് ഈ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ മുഴുവൻ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ബംഗ്ലാദേശികളെ ഇവിടുന്ന് പുറത്താക്കി എന്ന് വിചാരിച്ചാൽ കൊണ്ട് വടക്കേ ഇന്ത്യയിലുള്ളവർ മുഴുവൻ ഇങ്ങോട്ട് വരും. അതായത് വരുന്നവർ മുഴുവൻ ബംഗ്ലാദേശികളാണെന്നും ബംഗാളികളാണെന്നും തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്.
ദാരിദ്ര്യം വരികയും ജീവിക്കാൻ വയ്യാതായ സമയത്ത് ആൾക്കാർ എല്ലായിടത്തേക്കും യാത്ര ചെയ്തു തുടങ്ങും. ആദ്യം വരുന്നത് തൊഴിലാളികളായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും മക്കളും പിള്ളേരും എല്ലാവരുമായിട്ട് പെറുക്കി കെട്ടി വരിക എന്നുള്ളതായിരിക്കും പിന്നെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് വലിയൊരു മൈഗ്രേഷൻ ഉണ്ടാകും. ആ മൈഗ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന നമ്മളെ പോലെ ഈ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് കേരളം. അവിടത്തേക്ക് ആൾക്കാർ വളരെയധികം വന്നു കൂടും. ഇത് നമ്മൾ പ്രതീക്ഷിക്കണം. അടുത്ത 5 കൊല്ലത്തിനകത്ത് ധാരാളം വടക്കേ ഇന്ത്യക്കാർ കേരളത്തിൽ, അത് ദരിദ്രരായ വടക്കേ ഇന്ത്യക്കാർ കേരളത്തിലേക്ക് വരും. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. അതിന് പകരം ബംഗ്ലാദേശികളാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും വീട് കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്ന നിലവാരത്തിലൊക്കെ നമ്മൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നിടത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പാടുപെടും. അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റാതാവും. അപ്പൊ അതുകൊണ്ട് ഈ മഴ, വരൾച്ച, കാറ്റ്, ഇനി ഈ ശരിക്കും പറഞ്ഞാൽ കേരളം ഈ പടിഞ്ഞാറ്, ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്നത് കൊണ്ട് കൊടുങ്കാറ്റ് ബാധിക്കുന്നിടമല്ല. അത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. കൊടുങ്കാറ്റുകൾ നമ്മൾ ബാധിക്കുന്നത് ഈ ഭൂഖണ്ഡം കിടക്കുന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള കടലിലെ അവിടെയായിരിക്കും അത് രൂപപ്പെടുന്നത്. എന്നിട്ട് അത് കടന്ന് ഇപ്പുറത്തോട്ട് വരത്തേ ഉള്ളൂ. അപ്പൊ ഈ ചൂട് ഉള്ള ഭൂമിയും ചൂട് കുറഞ്ഞ കടലും തമ്മിലുള്ള അനുപാത വ്യത്യാസം കൊണ്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ പടിഞ്ഞാറൻ തീരവശത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റിന്റെ അറ്റങ്ങളെ വരുള്ളൂ. ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് നമുക്ക് വരത്തില്ല. അതേ സമയത്ത് മദ്രാസ് തൊട്ട് ബംഗ്ലാദേശ് വരെയുള്ള സ്ഥലങ്ങൾ മുഴുവനും വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ കൊടുങ്കാറ്റ് വരാത്ത ഒരു പ്രദേശത്താണ് നമ്മളെന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി നമ്മൾ വലുതായിട്ട് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ തെങ്ങ് കാണത്തില്ല. അവിടെ വടക്കേ ഇന്ത്യയിലൊക്കെ അടിക്കുന്ന ആ കൊടുങ്കാറ്റ് ഇവിടെ അടിക്കുകയാണെങ്കിൽ ഒരു തെങ്ങ് പോലും ഇല്ലാതായിപ്പോ. അപ്പൊ അത് നമുക്കൊരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ ശക്തിയിലുള്ള കാറ്റുകൾ വരുന്ന ഒരു പ്രദേശമാണ്. ചിലപ്പോൾ ഒരു ചുഴലിക്കാറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ അതിനകത്ത് ആ ലെവലിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ കണക്കിലെടുത്തിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയുടെ ചരിവനുസരിച്ചിട്ട് എവിടെ താമസിക്കണം അത് മുഴുവനും ചെയ്യേണ്ടതാണ്. ഓരോ പഞ്ചായത്തിനകത്ത് ഇതിനകത്ത് നടത്തി ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ചെയ്തേ പറ്റൂ. അല്ലാതെ ഈ അപകടം ഉണ്ടായതിനു ശേഷം ആക്ട് ചെയ്യുന്നതല്ല ഒരു ഗവൺമെന്റിന്റെ പണി. അത് അത്യാഹിതം സംഭവിച്ചിട്ട് നടക്കുന്ന വർക്കാണ്. അതല്ല ആരോഗ്യകരമായ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് രോഗം വരാതിരിക്കുന്നതിനാണ്. ഇതേപോലെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന് വരുന്ന ഈ മാറ്റത്തിനെ മനസ്സിലാക്കി അതിനനുസൃതമായി ചെയ്യേണ്ടതായിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉള്ളത്. അല്ലാതെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആരാണ് മോശപ്പെട്ട ആൾക്കാരെന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചർച്ചയ്ക്കകത്ത് ഞാനൊക്കെ ഇല്ല. അങ്ങനെ ഒരു കാര്യത്തിനകത്ത് സംസാരിക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് ശരിയായിട്ട് പ്രവർത്തിച്ചെന്ന് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് മോശമായി പ്രവർത്തിച്ചെന്ന് ഇതൊന്നും ഈ ചർച്ചയ്ക്കകത്തൊന്നും ഞാനൊന്നുമില്ല. ഇത് ലോകവ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ്. വളരെയധികം വികസിച്ച ഒരു സമൂഹമാണ് ഇപ്പം ചൈന. ചൈനയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. പക്ഷെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആളുടെ മരണമൊക്കെ നോക്കിയാൽ വളരെ കുറവാണ്. അവിടെ 3 കൊടുങ്കാറ്റ് ഒന്നിച്ചു വന്ന് ഒന്നിനു പുറകെ കൊടുങ്കാറ്റുകൾ വന്ന്, എന്നിട്ട് അവിടുത്തെ മരണസംഖ്യ എന്ന് പറയുന്നത് 100 കണക്കിന് താഴെ, 100 എന്ന് പറയുന്നതിന് അകത്താണ്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കൊടുങ്കാറ്റ് കൊണ്ട് 1,00,000 പേരൊക്കെയാണ് മരിച്ചിരുന്നത്. ആ സ്ഥലത്താണ് ഈ മാറ്റം വന്നിരിക്കുന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് പ്രായമാകുമ്പോൾ നമുക്ക് നടക്കാൻ വയ്യാതാകും എന്ന് അറിഞ്ഞിട്ട് അതിന് ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ മനസ്സിലാക്കേണ്ട സ്ഥലമാണ്. അപ്പൊ പാരിസ്ഥിതികമായ മാറ്റം ലോകവ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പങ്ക് നമ്മളും അനുഭവിക്കേണ്ടി വരും. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും കുറച്ച് ആൾക്കാരുടെ മര്യാദഘട്ട പ്രവർത്തനമോ മൈനിങ് ഉണ്ട് അല്ലെങ്കിൽ കാട് മുറിച്ചത് കൊണ്ട് നമ്മുടെ മുൻവശത്തെ മരം മുറിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല ഇതൊന്നും. അതിനകത്ത് എന്താണ് ആക്കം കൂട്ടത്തില്ല എന്നുള്ള അർത്ഥമൊന്നുമല്ല. നമ്മൾ എന്ത് പ്രവർത്തിക്കും കുറച്ച് സാധനം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ കാലാവസ്ഥ വ്യതിയാനം നടക്കുകയാണ്. ആ നടക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ ലോക്കൽ പഞ്ചായത്ത് തൊട്ട് എല്ലാ സ്ഥലവും ഇതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.